ഇന്ത്യയിലെ ഡാമുകൾ തകർത്ത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ കൊല്ലാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നു എന്ന് മാത്രമല്ല, ഇതിനായി 135 ചാവേറുകളെ പരിശീലിപ്പിച്ചിരിക്കുന്നു. ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഈ വാർത്ത ദേശീയ അന്വേഷണ ഏജൻസി NIA അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളും വന്നിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീരിൽ ഒരു ഡാമുണ്ട്, മംഗ്ല ഡാം. അത് ഝലം നദിയിൽ ഉള്ള ഡാമാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ്. ഈ ഡാമിൽ 135ഓളം വരുന്ന ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകർക്ക് പരിശീലനം കൊടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കിട്ടി. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും പറയില്ല. 135 പേർക്ക് പരിശീലനം കൊടുത്തിരിക്കുന്നത് മാരിടൈം ഇൻഫിൽട്രേഷൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ അജ്മൽ കസബിനെ കുറിച്ചൊക്കെ, മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചൊക്കെ വീണ്ടും ചർച്ച ചെയ്യുന്ന ഒരു കാലമാണിത്. അന്ന് മുംബൈയിലെ ഭീകരാക്രമണം നടത്തി ഹിന്ദുക്കളുടെ തലയിലിടാൻ ശ്രമിച്ച ഒരു നാടകം ആയിരുന്നല്ലോ. അന്നത്തെ കേന്ദ്ര ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്കാരെ കൊന്ന് ഇന്ത്യയിൽ ഹിന്ദു ഭീകരത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം കൂടിയായിരുന്നു മുംബൈ ഭീകരാക്രമണം. അതിൽ പങ്കെടുത്ത അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ്റെ പങ്ക് തെളിയിക്കപ്പെട്ടത്. ഈ അജ്മൽ കസബിന് അന്ന് പരിശീലനം കൊടുത്തത് ഈ മംഗ്ല ഡാമിലാണ്. അപ്പോൾ പാകിസ്ഥാനിലെ മംഗ്ല ഡാമിൽ വീണ്ടും 135 പേർക്ക് ഈ പരിശീലനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അജ്മൽ കസബിൻ്റെ അനുഭവവും വെളിപ്പെടുത്തലും മുന്നിലുള്ള നമ്മുടെ അന്വേഷണ ഏജൻസികൾ വളരെ ഗൗരവത്തിലാണ് ഇതെടുത്തിരിക്കുന്നത്. കസബും സംഘവും മുംബൈയിലെത്തിയത് കടൽ വഴിയാണ്. കടൽ വഴി ബോട്ടിലെത്തി മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന മേഖലയിലൂടെ കടന്നു വന്ന് ഒരു വാഹനത്തിൽ കയറിയാണ് അവിടെ ലോക്കലായിട്ട് അവരെ സഹായിക്കാനുണ്ടായിരുന്ന ആളുകൾ അവരെ വാഹനത്തിൽ കയറ്റി മുംബൈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചാണ് ഈ ഭീകരാക്രമണം നടത്തിയത്. അപ്പോൾ കടൽ വഴിയാണ് ഇനി ആക്രമണം നടത്തേണ്ടത്. ഇപ്പോൾ 135 പേർക്ക് ഈ പരിശീലനം കൊടുത്തിട്ട് ലഷ്കർ ഭീകരനായ ഹാരിസ് ദാറിനെ അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്ന കൊടും കുറ്റവാളിയാണ്, കൊടും ഭീകരനാണ്. ഹാരിസ് ദാർ ഭീകരർക്ക് പരിശീലനം കൊടുത്തിട്ട് പറയുന്നത് പാകിസ്ഥാൻ ഒരു വലിയ പദ്ധതിയുണ്ട്, ജലവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പദ്ധതിയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ പരിശീലനം തരുന്നത്. അത്തരം ചില ഓപ്പറേഷൻസ് ഇന്ത്യയിൽ ഉടൻ നടത്താനുണ്ട്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇതുപോലെ ചോർന്ന് പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഈ 135 പേർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമായ മംഗ്ല ഡാമിൽ നീന്തലടക്കമുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹാരിസ് ദാർ വെറുതെ പറയുന്നതല്ല. ഹാരിസ് ദാർ ഇത്തരം ഭീകരകൃത്യങ്ങൾ നടത്താൻ വേണ്ടി കൃത്യമായി LET ലഷ്കർ ഇ തൈബ പരിശീലനം കൊടുത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ അയാൾ പറയുന്നത് ജലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇന്ത്യക്ക് ജലം കൊണ്ടൊരു മുറിവ് കൊടുക്കണം. പാകിസ്ഥാന് ഇന്ത്യ ജലം കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, സിന്ധു നദീജല കരാർ, അതിൽ നിന്ന് ഏകപക്ഷീയമായി ഇന്ത്യ പിന്മാറി. 1960 ഇന്ത്യയും പാകിസ്ഥാനും കൂടി ലോകബാങ്കിൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച കരാറാണ്. നമ്മുടെ നദികളിലെ ജലം സർവ്വസ്വാതന്ത്ര്യത്തോടെയും പാകിസ്ഥാന് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുന്ന, പാകിസ്ഥാന് മാത്രം ഗുണമുണ്ടാക്കുന്ന ഒരു കരാറാണ് സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അത് കാലങ്ങളായി ഇന്ത്യക്ക് ഗുണം ചെയ്യാത്തതാണെന്നുള്ള അഭിപ്രായം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക്, BJPക്കൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളത് റദ്ദാക്കി. അത് നമ്മൾ പറഞ്ഞ കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഭീകരപ്രവർത്തനമാണ്. പഹൽഗാമിലേക്ക് പാകിസ്ഥാനികളെ കടത്തിവിട്ട് ഇന്ത്യക്കാരെ, ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച്, കലീമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊന്ന പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ പൊറുക്കില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നതാണ് നമ്മുടെ നയമെന്ന് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രക്തം ഇന്ത്യക്കകത്ത് ഒഴുക്കിയിട്ട് ഇന്ത്യയുടെ ജലം കൊണ്ട് ജീവിക്കാമെന്ന് പാകിസ്ഥാൻ എടുക്കുന്ന നിലപാട് അനുവദിക്കാൻ കഴിയില്ല എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഈ കരാറിൽ നിന്ന് പിന്മാറിയത്. കുറേശ്ശെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുമാത്രമല്ല, ഒരു 2028 ആകുമ്പോഴത്തേക്കും സമ്പൂർണ്ണമായി സിന്ധു നദീജലത്തിൻ്റെ ഒരു ഭാഗം പോലും പാകിസ്ഥാനിൽ എത്താത്ത അവസ്ഥയുണ്ടാകും. പാകിസ്ഥാനിലെ മന്ത്രിമാർക്ക് ഭ്രാന്ത് പിടിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നും ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കണമെന്നും നരേന്ദ്രമോദിയുടെ കൈവെട്ടുമെന്നും ഒക്കെ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്തതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ
സിന്ധു നദീജല പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു അന്താരാഷ്ട്ര കൺവെൻഷൻ പാകിസ്ഥാനിൽ നടത്തിക്കഴിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് നയതന്ത്രപരമായി ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ ഇന്ത്യക്കൊരു പണി കൊടുക്കാൻ, വെള്ളം മുട്ടിക്കുന്ന ഇന്ത്യക്ക് വെള്ളത്തിലൂടെ പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. അതിന് ലഷ്കർ ഇ തയ്യബ അടക്കമുള്ള ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ മംഗള ഡാമിൽ 135 ചാവേറുകൾക്ക് പരിശീലനം കൊടുക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആധികാരികത ഉറപ്പാക്കി കഴിഞ്ഞു. ദേശീയ ഏജൻസികൾ NIA-യും IB-യും ആർമിയും അടക്കമുള്ള നമ്മുടെ സന്നാഹങ്ങൾ സജ്ജമായിട്ടുണ്ട്. നോക്കൂ, POK-ൽ ഇപ്പോൾ വലിയ കലാപം നടക്കുകയാണ്. POK-ൽ ഇപ്പോൾ 4000 റേഞ്ചർമാരെയാണ് ഇന്നലെ വിന്യസിച്ചത്. POK-യിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് ഈ 27-ാം തീയതി നടക്കാൻ പോവുകയാണ്. POK-ലെ ജനങ്ങളാകെ പാക് അധിനിവേശ കാശ്മീരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ സമരത്തിലാണ്. 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. അവരിപ്പോൾ പറയുന്നത്, ഇന്ത്യയോട് പറയുന്നത് അതിർത്തി തുറക്കൂ, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാം, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അത് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നെങ്കിലും നഷ്ടപ്പെടും. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പുണ്ട് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും POK-യിൽ നടത്തുന്നില്ല. മാത്രമല്ല, പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് മുഴുവൻ അവിടെ താവളമുണ്ടാക്കുന്നു. പാകിസ്ഥാൻ ആർമിയിലെ വിരമിച്ച ആളുകളുടെ ഒരു സെറ്റിൽമെൻറ്റ് കോളനിയാക്കി മാറ്റിയിരിക്കുന്നു. അതായത് അവിടെയുള്ള ജനങ്ങളിൽ നല്ല ശതമാനം ഇന്ത്യ വിരുദ്ധരാണ്, ഭീകരന്മാരാണ്. അതുകൊണ്ട് തന്നെ POK പിടിച്ചെടുത്ത് അവിടുത്തെ ജനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിലഷണീയമായ കാര്യമല്ല. ഭൂമി നമ്മുടേതാണ്, ജനങ്ങൾ നമ്മുടേതല്ല എന്നൊരു നിലപാടേ നമുക്ക് എടുക്കാൻ കഴിയൂ. പക്ഷേ POK-യിൽ ഈ വലിയ കലാപം നടക്കുന്നതിനിടയ്ക്ക് തന്നെയാണ് ഈ പരിശീലനം നടക്കുന്നത്. അവിടെ മുഴുവൻ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. വലിയ അക്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്, പട്ടാളം നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ റേഞ്ചർമാരാണ് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ POK വേണമെങ്കിൽ ഇന്ത്യക്ക് വളരെ നിസ്സാരമായി പിടിച്ചെടുക്കാം. ഇന്ത്യ സൈന്യത്തെ അങ്ങോട്ടൊന്ന് അയച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ കൂടെ ആ സൈന്യത്തിനൊപ്പം ചേർന്ന് പാകിസ്ഥാൻ പട്ടാളത്തെ അടിച്ചോടിച്ച് POK ഇന്ത്യയുടെ ഭാഗമാക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരു മൊമെൻ്റാണ് ഇപ്പോൾ. എങ്കിൽ പോലും ഇന്ത്യ അത് ഉപയോഗിക്കുന്നില്ല. കാരണം അതിൻ്റെ പുലിവാലൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ്. പക്ഷേ ഇത് നടക്കുമ്പോൾ അതിനിടയ്ക്ക് LET ഭീകരന്മാർ ഈ പരിശീലനം നടക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ഇതിൻ്റെ ഒച്ചപ്പാടും ബഹളത്തിനും ഇടയ്ക്ക് ഈ പരിശീലനം കാണാതെ മറ്റാരും കാണില്ല. അത് കാണാതിരിക്കുമ്പോൾ അവരെ പരിശീലനം പൂർത്തിയാക്കിയ ചാവേറുകളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാം. നമുക്ക് നോക്കൂ, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ നമുക്കറിയാം. മുല്ലപ്പെരിയാർ ഡാം മാത്രം മതി കേരളത്തിലെ 3-4 ജില്ലകളെ ഇല്ലാതാക്കാൻ. നമുക്ക് ബക്രാനങ്കൽ പോലെയുള്ള, നർമ്മദ സരോവർ പദ്ധതി പോലെയുള്ള കൂറ്റൻ ഡാമുകൾ ഇന്ത്യക്കുണ്ട്. ഈ ഡാമുകളുടെയൊക്കെ സുരക്ഷ എന്ന് പറഞ്ഞാൽ തുറന്നു പറയുമ്പോൾ നമുക്ക് വലിയ സങ്കടം വരും. വളരെ നാമമാത്രമായ സുരക്ഷയാണ്. നമ്മൾ ഇടുക്കിയിലേക്കൊന്ന് പോവുക, ചെറുതോണിയിലാണല്ലോ ഇടുക്കി ഡാമിൻ്റെ ഷട്ടറുള്ളത്. അവിടെയും ഇടുക്കിയിലാണ് വലിയ ആർച്ച് ഡാമുള്ളത്. അവിടെ എന്ത് സുരക്ഷയാണുള്ളത്? ഏതാനും പോലീസുകാരുണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്താണ്? മുല്ലപ്പെരിയാറിന് എന്ത് സുരക്ഷയാണുള്ളത്? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കുറച്ച് പോലീസുകാരുണ്ട്. അതല്ലാതെ ഒരു ഭീകരാക്രമണം നടന്നാൽ അതിനെ ചെറുക്കാനുള്ള സന്നാഹങ്ങൾ നമ്മുടെ ഡാമുകളിലുണ്ടോ? എനിക്ക് സംശയമാണ്. കേരളത്തിലെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. വടക്കേ ഇന്ത്യയിലെ ഡാമുകളുടെ സ്ഥിതി എങ്ങനെയാണ്? പട്ടാളമോ CRPF-ഓ CISF-ഓ കാവൽ നിൽക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഗുരുതരമായ സ്ഥിതിയാണ്. ഇത് തെളിവുകൾ സഹിതം വന്നിരിക്കുകയാണ്. നമ്മുടെ ഏജൻസികളൊക്കെ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഡാമുകളുടെ സുരക്ഷ അടിയന്തരമായി ഉയർത്താനുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ഡാമുകളെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലൊന്നുമല്ല. അതൊക്കെ സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഡാമുകൾ. ഡാം സുരക്ഷയെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജലം കൊണ്ട് നമ്മളെ ശിക്ഷിക്കാൻ, നമുക്ക് അർഹതപ്പെട്ട ജലം നമ്മൾ എടുക്കുന്നു, നീ ഇനി കഴിക്കണ്ട, നീ ഞങ്ങളുടെ ചോര വീഴ്ത്തുന്ന പാകിസ്ഥാനിൽ നീ നമ്മുടെ വെള്ളം കൊണ്ട് ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചതിന് പകരം വീട്ടാൻ, ജലബോംബുകൾ നമ്മുടെ നാട്ടിൽ പൊട്ടിക്കാൻ, ചാവേറുകളെ അയക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ചുട്ട മറുപടി കൊടുക്കാൻ നമുക്കറിയാം. പക്ഷേ നമുക്ക് ആപത്തൊന്നും വരാതെ സൂക്ഷിക്കേണ്ടുന്ന ബാധ്യത, ഉത്തരവാദിത്തം സർക്കാരുകൾക്കുണ്ട്. കേന്ദ്ര സർക്കാരിന് മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോ പ്രദേശത്തെയും ഡാമുകൾ സംസ്ഥാന സർക്കാരിൻ്റെ, ഇറിഗേഷൻ വകുപ്പിൻ്റെ, വൈദ്യുത ബോർഡിൻ്റെ ഒക്കെ കീഴിലാണ്. ഈ ഡാമുകളുടെ സുരക്ഷ ഏർപ്പാടാക്കാൻ കമാൻഡോ സേനകളെ തന്നെ വേണ്ടി വന്നാൽ നിയോഗിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള ഒരു അലേർട്ട് നമുക്ക് ഈ വാർത്തയിലൂടെ ഉണ്ടാവണം. ഏതായാലും നല്ലത് സംഭവിക്കട്ടെ. നമ്മുടെ രാജ്യത്തിന്
ഒരു ദോഷവും വരാതെ കാക്കാൻ തയ്യാറുള്ള കെൽപ്പുള്ള ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകളോടുകൂടി അതിനൊപ്പം നിന്നാൽ നമുക്ക് നിർഭയമായി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കഴിയും. ഈ 135 ചാവേറുകൾ എന്ന് പറയുന്നവർ ഇന്ത്യയിലേക്ക് കയറി വന്നാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടികൊണ്ട് തീരാനുള്ളവരാണ്. എത്രയും പെട്ടെന്ന് 135 പേർക്കും 72 ഹൂറിമാരെ വീതം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളുമായി പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലുണ്ടാവും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ചെയ്യണേ.